ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ലേൺ ടു ലീഡ്. നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ബോത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളാണ്. നമ്മളിവിടെ തിയററ്റിക്കൽ സബ്ജക്റ്റും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സബ്ജക്റ്റും നോക്കുന്നുണ്ട്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ യൂജിൻ്റെ സിലബസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 ആയ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 വരുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആണ്. യൂണിറ്റ് 2 വരുന്നത് അതിനുള്ള സബായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. മീൻ, മീഡിയൻ, മോഡ്, HM എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ആണ് ആൻഡ് ജോമെട്രിക് മീൻ. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിതിൽ ഓരോ മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സസിൽ 1 by 1 ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസും അതുപോലെ തന്നെ മീൻ, മീഡിയം, മോഡ് ഈ 3ൻ്റെയും ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. So our first topic, measure of central tendency. It are the statistical method used to summarize a set of data. ഒരു സെറ്റ് ഓഫ് ഡാറ്റനെ സമ്മറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക്സസ് ആണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ആൻഡ് ഈ സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വാല്യൂസിനെ ഒരു സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാണ് നോക്കാൻ പോകുന്നത്. 3 മെയിനായിട്ട് വരുന്ന സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഈസ് മീൻ, മീഡിയൻ, മോഡ്. ഈ 3ൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മീൻ. മീൻ നമ്മൾ ആവറേജ് എന്ന് പറയും ഓർ അരിത്തമാറ്റിക് മീൻ എന്ന് പറയും. മീൻ എന്ന് പറയുന്നത് ഇസ് എ മെയിൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് ഓൾ ദ വാല്യൂസ് ഇൻ എ ഡാറ്റാ സെറ്റ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. നമ്മൾ ഡാറ്റാ സെറ്റിൻ്റെ മീൻ കണ്ടുപിടിക്കുക, ആവറേജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റാ സെറ്റിൽ വാല്യൂസ് എന്നിട്ടുണ്ടാകും. ആ വാല്യൂസിൻ്റെ സം ചെയ്യുക. എല്ലാ വാല്യൂസും കൂടി സം ചെയ്തിട്ട് ആ വാല്യൂസിനെ നമുക്ക് എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യലാണ് മീനിൽ ചെയ്യുന്നത്. ഫോർമുല നോക്കുകയാണെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് ആണ് ആൻഡ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ഡാറ്റാ സെറ്റ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്ന ഡാറ്റ 2, 3, 5 എന്ന 3 ഡാറ്റയാണ് തന്നിട്ടുണ്ട്. ആ ഡാറ്റൻ്റെ മീൻ കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മീൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. 2, 3, 5 ഈ 2 ആണ് x1, 2, 3 ആണ് x2 ആൻഡ് 5 ആണ് x3 എന്ന് പറയുന്നത്. സോ 2 + 3 + 5 എന്ന് ചെയ്തു. ഡിവൈഡഡ് ബൈ നമുക്കിതിൽ എത്ര വാല്യൂസ് ഉള്ള ഡാറ്റയിൽ 3 വാല്യൂസ് ആണുള്ളത്. സോ ദാറ്റ് ഈസ് 2 + 3 + 5 ഡിവൈഡഡ് ബൈ 3. നമുക്ക് എന്ത് കിട്ടി, 3.33 കിട്ടി. ഇതാണ് ഇതെന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത്. സോ അരിത്തമാറ്റിക് മീൻ ഓർ ആവറേജ് എന്ന് പറയുന്നത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ summing the all values in data set and divided by the total number of values. അതാണ് എന്ത്, മീൻ എന്ന് പറയുന്നത്. സോ മീൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മീഡിയൻ. സോ വാട്ട് ഈസ് മീഡിയൻ? മീഡിയൻ ഈസ് എ മിഡിൽ വാല്യൂ ഓഫ് ആൻ ഓർഡേർഡ് ഡാറ്റാ സെറ്റ്. ഒരു ഓർഡേർഡ് ഡാറ്റാ സെറ്റിൻ്റെ മിഡിൽ വാല്യൂ ആണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീഡിയൻ? The median is a middle value of an ordered data set. ഒരു ഓർഡേർഡ് ഡാറ്റാ സെറ്റ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓർഡേർഡ് എന്ന്. സോ ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പർ എന്ന രീതിയിൽ നമുക്കിൻ്റെ ഡാറ്റാ സെറ്റുള്ള വാല്യൂസിനെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പൊസിഷനിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറേഞ്ച് ചെയ്ത ടൈമിൽ നമ്മൾ നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡാറ്റാസ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് മിഡിൽ വാല്യൂ ആയിട്ട് 2 നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ 2 നമ്പർ മിഡിൽ വാല്യൂ വരുന്ന ടൈമിൽ ഈ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആവറേജ് കിട്ടും. ആ ആവറേജ് ആണ് ഏതെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 2, 3, 5 എന്നുണ്ട്. ഈ 2, 3, 5 ഓൾറെഡി അത് ഓർഡേർഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ ഏതാണ്? 3 ആണ് ഇതിൻ്റെ മിഡിൽ വാല്യൂ. സോ ഈ 3 ആണ് ഏതെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ നോക്കുന്ന ടൈമിൽ 2, 3, 5, 7 ഇത് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂസ് ആണ് വരുന്നത്, 3ഉം 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 + 5 ചെയ്യും. ദാറ്റ് ഈസ് 3 + 5 എന്താ? 8 ആണ്. 8 ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ 4 ആണ്. സോ അതായിരിക്കും ഏതെന്ന് പറയുന്നത്? ഒരു മീഡിയൻ എന്ന് പറയുന്നത്. സോ മീൻ എന്തായിരുന്നു? മീൻ എന്ന് പറയുന്നത് സം ചെയ്യുക, നമ്മുടെ വാല്യൂസിനെ സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യലാണ് ഏതെന്ന് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീഡിയൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റാ സെറ്റിലുള്ള ഡാറ്റാസിനൊക്കെ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ വാല്യൂ നോക്കിയെടുത്ത് എഴുതലാണ് ഏതെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് മോഡ്. വാട്ട് ഈസ് മോഡ്? മോഡ് ഈസ് എ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂസ്. നമ്മുടെ ഡാറ്റാ സെറ്റിൽ വരുന്ന മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന വാല്യൂസ് ആണ് ഏതെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. ചില കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഡാറ്റാ സെറ്റിൽ ഒരു മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില കേസിൽ നോക്കുന്ന ടൈമിൽ ഒരു ഡാറ്റാ സെറ്റിൽ ഒരു മോഡ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ബട്ട് ചില കേസസിൽ ഒന്നിലധികം മോഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ 4, 2, 2, 3, 4 എന്നൊരു ഡാറ്റാ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡാറ്റാ സെറ്റിൽ 2 ആണ് ഒന്നിലധികം വന്നിട്ടുള്ളത്. ഫ്രീക്വൻ്റ്ലി വരാമെന്ന് പറഞ്ഞാൽ ഒന്നിലധികം കുറേ പ്രാവശ്യം ഒക്യൂർ ചെയ്തതിനെയാണ് ഫ്രീക്വൻ്റ്ലി ഒക്യൂർ ചെയ്യാമെന്ന് അറിയാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ആണ് ഒന്നിലധികം ഒക്യൂർ ചെയ്തിട്ടുള്ളത്. സോ ഈ എക്സാമ്പിളിൽ 2 ആയിരിക്കും ഏതെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതൊക്കെയാണെന്ന് നോക്കിയിട്ടുള്ളത്, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു സോ മച്ച്. ബൈ.